ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 8ാം ക്ലാസ്സിൻ്റെ 2ാമത്തെ യൂണിറ്റിലെ എ ഷിപ്രക്ട് സെയിലർ എന്ന പാഠത്തിൻ്റെ ആക്ടിവിറ്റീസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ടെക്സ്റ്റിലെ മുഴുവൻ ആക്ടിവിറ്റീസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ആൻസേഴ്സ് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ലെറ്റ്സ് റീവിസിറ്റ് ആക്ടിവിറ്റി 1. ഫിൽ ഇൻ ദ ഫോളോയിങ് മൈൻഡ് മാപ്പ് ഓഫ് ദ സ്റ്റോറി എ ഷിപ്രക്ട് സെയിലർ. അപ്പോൾ ഷിപ്രക്ട് സെയിലർ എന്ന പാഠത്തിൻ്റെ ഒരു മൈൻഡ് മാപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സ് ആൻഡ് ദെയർ ഫീച്ചേഴ്സ്. അപ്പോൾ ഓരോ കഥാപാത്രങ്ങളും അവരുടെ ചില പ്രത്യേകതകളും എഴുതാനുള്ള നമുക്ക് 5 ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ ഇവൻറ്റ്സ്, ഈ കഥയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എഴുതാനുള്ള ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇടതുവശത്തായിട്ട് വേർഡ്സ് ഡിസ്ക്രൈബിംഗ് ദ സീ, കടലിനെ സൂചിപ്പിക്കുന്ന അല്ലെ കടലിനെ വിവരിക്കുന്ന വാക്കുകൾ എഴുതാനായിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. വലതുവശത്തായിട്ട് വേർഡ്സ് ഡിസ്ക്രൈബിംഗ് ലോൺലിനെസ്, ഏകാന്തതയും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാക്കുകൾ എഴുതാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും നമുക്ക് ഇതിൽ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ആദ്യത്തത് ക്യാരക്ടേഴ്സ് ആൻഡ് ദെയർ ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ അതിൽ ക്യാരക്ടറിൻ്റെ പേര് എഴുതുക. അതുപോലെ തന്നെ ഇതിലെ അവരെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കഥാപാത്രത്തെ സൂചിപ്പിക്കുന്ന ഏതെങ്കിലും 1-2 വാക്കുകളൊക്കെ എഴുതാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. അത് സ്ഥലം നോക്കിയിട്ട് നമ്മൾ എഴുതുക. ക്യാരക്ടേഴ്സ് നിർബന്ധമായിട്ടും എഴുതുക. 1 വെലസ്കോ, 2 ജൂലിയോ അമാൻഡർ കാരബെല്ലോ, 3 എഡ്വേർഡോ കാസ്റ്റില്ലോ, 4 ലൂയിസ് റെഞ്ചിഫോ, 5 രാമൻ ഹെറേറ. ക്യാരക്ടേഴ്സ് 5 പേരുടെ പേര് നമുക്കിവിടെ കൊടുക്കാം. അതിൽ തന്നെ അവരുടെ ചില ഫീച്ചേഴ്സ് കൂടി നമുക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താം. നറേറ്റർ, ബ്രേവ്, റിസോഴ്സ്ഫുൾ ആൻഡ് ഡിറ്റർമിൻഡ്. ഇനി കാരബെല്ലോയെ കുറിച്ച് പറയുന്നത് ടോൾ, വെൽ ബിൽറ്റ് ഓഫീസർ, കാം അണ്ടർ പ്രഷർ. കാസ്റ്റില്ലോ, ക്ലിംഗ് ടു കാരബെല്ലോ ഫോർ സേഫ്റ്റി, സ്കെയർഡ്. ലൂയിസ് റെഞ്ചിഫോ, കാം, കോൺഫിഡൻറ്റ് ആൻഡ് സ്ട്രോങ് സ്വിമ്മർ. ഹെറേറയെ കുറിച്ച് പറയുന്നത് ഹാപ്പി യങ് മാൻ, ഹോപ്പ്ഫുൾ ബട്ട് ഇവഞ്ച്വലി ഡിസപ്പിയേഴ്സ്. ഇനി അടുത്തതായിട്ട് നമ്മൾ വേർഡ്സ് ഡിസ്ക്രൈബിംഗ് ദ സീ എഴുതുക. കടലിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ കടലിൻ്റെ പ്രത്യേകതകളെ വിവരിക്കുന്ന വാക്കുകളാണ് എഴുതേണ്ടത്. ചോപ്പി, ക്ലിയർ, ഡീപ്, വാസ്റ്റ്, വിൻഡി, റഫ്. വേർഡ്സ് ഡിസ്ക്രൈബിംഗ് ലോൺലിനെസ്, ഏകാന്തതയുമായി ബന്ധപ്പെട്ട വാക്കുകൾ. ഐസൊലേറ്റഡ്, ഡെസൊലേറ്റ്, അലോൺ, അബാൻഡൻഡ്, ഹോപ്പ്ലെസ്, സോളിറ്ററി. അപ്പോൾ ഈ വാക്കുകൾ നമുക്ക് തന്നിട്ടുള്ള സ്പേസിൽ എഴുതാവുന്നതാണ്. ഇനി ഇതിലെ പ്രധാന ഇവൻറ്റ്സ് ഒരു 5 ഇവൻറ്റ്സ് ആയിട്ട് നമുക്ക് ഈ കഥയെ ചുരുക്കുകയാണെങ്കിൽ ഇതിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ വരുന്നത്, ഒന്നാമത്തത് ദ ഷിപ്പ് സിങ്സ്, കപ്പൽ മുങ്ങുന്നു. ലീവിങ് വെലസ്കോ ആൻഡ് ഹിസ് മേറ്റ്സ് ഇൻ ദ സീ, അവരെ കടലിൽ പല ഭാഗത്തായിട്ട് തെറിച്ചു വീഴുന്നു. വെലസ്കോ ഗ്രാബ്സ് ഓൺ ടു എ ക്രേറ്റ് ആൻഡ് കണ്ടംപ്ലേറ്റ്സ് ദ സിറ്റുവേഷൻ, ഒരു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു വസ്തുവിൽ പിടിച്ചു നിന്നുകൊണ്ട് ഈ സിറ്റുവേഷനെ കുറിച്ച് ആലോചിക്കുന്നു, എന്ത് ചെയ്യുമെന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. 3 വെലസ്കോ സ്പോർട്സ് ലൈഫ് റാഫ്റ്റ് ആൻഡ് സിംസ് ടുവേർഡ്സ് വൺ, ഇവൻച്വലി ക്ലൈംബിംഗ് അബോർഡ്. അപ്പോൾ അതിൽ ഒരു ചെറിയ തോണി കാണുന്നു, അതിലേക്ക് കയറി പറ്റാൻ ശ്രമിക്കുന്നു, അങ്ങനെ അവസാനം അതിൽ കയറി പറ്റുന്നു. 4ാമത്തെ സംഭവം ഹി ട്രൈ ടു റെസ്ക്യൂ ഹിസ് ഷിപ്പ്മേറ്റ്സ്. അപ്പോൾ കപ്പലിലുണ്ടായിരുന്ന മറ്റാളുകളെ, തൻ്റെ കൂടെ യാത്ര ചെയ്ത ആളുകളെ രക്ഷപ്പെടുത്താൻ അദ്ദേഹം ശ്രമിക്കുന്നു. ബട്ട് മെനി ആർ ലോസ്റ്റ് ഓർ ഔട്ട് ഓഫ് റീച്ച്, പലരെയും നഷ്ടപ്പെടുന്നു. Velasco is left alone on the life raft, hoping for rescue and starts to inventory his belongings. അപ്പോൾ അവസാനം ഒരാളെയും രക്ഷപ്പെടുത്താൻ കഴിയാതെ വളരെ ദുഃഖിതനായിട്ട് അവിടെ ഏകാന്തനായി തൻ്റെ കയ്യിലുള്ള വസ്തുക്കളൊക്കെ തിരിച്ചും മറിച്ചുമൊക്കെ നോക്കി സമയം കളഞ്ഞുകൊണ്ട് അവിടെ ഈ ഒരു തോണിയിലിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് മെയിൻ ഇവൻറ്റ്സ് ആയിട്ട് എഴുതാൻ കഴിയുന്നത്. ഇത് തന്നിരിക്കുന്ന സ്പേസിൽ നമുക്ക് എഴുതാവുന്നതാണ്. അടുത്ത ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോറി സ്ട്രിപ്പാണ്. വെലസ്കോ ഈസ് സ്റ്റാൻഡിങ് അറ്റ് ദ ഡോക്ക് വിത്ത് ഷിപ്പ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. മൊബൈൽ, അലബാമ, USA, ഫെബ്രുവരി 28, 1955. അപ്പോൾ ഇവിടെ ഒരു കഥാരൂപത്തിൽ ചിത്രങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു കഥയെ പറയുകയാണ്. അപ്പോൾ ഇവിടെ ചിത്രങ്ങൾ ഉണ്ടാവും, ആ ചിത്രങ്ങളുടെ അടിയിലായിട്ട് എന്താണ് ആ ചിത്രത്തിലുള്ളത് എന്നുള്ള കാര്യമുണ്ടാവും. അതുപോലെ തന്നെ വേർഡ് ബബിൾസ് ഉണ്ടാവും. ഇവർ പറഞ്ഞ കാര്യങ്ങൾ, ഇവരുടെ വാക്കുകൾ ഒരു ബബിൾ രൂപത്തിൽ എഴുതാനുള്ള ചില ചിത്രങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ടെക്സ്റ്റ് എഴുതണം, അതുപോലെ തന്നെ വേർഡ് ബബിൾ ഉണ്ടെങ്കിൽ അതും എഴുതണം. ഒന്നാമത്തത് ഇവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. വെലസ്കോ ഇങ്ങനെ അവിടെ നിൽക്കുന്നതായിട്ടുള്ള കാൾഡാസ് എന്ന് പറയുന്ന തൻ്റെ ഷിപ്പിനെ നോക്കി ഇങ്ങനെ നിൽക്കുന്ന ഒരു സീനാണ്. അപ്പോൾ യാത്ര ആരംഭിക്കുന്നത് മൊബൈൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്.
അങ്ങനെ കൊളംബിയയിലേക്ക് പോവുകയാണ്. ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ നമുക്ക് ടെക്സ്റ്റും അതുപോലെ തന്നെ വേർഡ് ബബിൾസും എഴുതാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് എഴുതുക. അപ്പോൾ ഇമേജിൽ നമ്മൾ കാണുന്നത് വെലസ്കോ ഓൺ ദ ഷിപ്പ് വിത്ത് ഹിസ് ഷിപ്പ് മേറ്റ്സ്. വെലസ്കോയും തൻ്റെ സുഹൃത്തുക്കളും ഈ കപ്പലിൽ നിൽക്കുകയാണ്. ടെക്സ്റ്റ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐ ഹാവ് 4 ഷിപ്പ് മേറ്റ്സ്. ദേ ആർ കാരബെല്ലോ, കാസ്റ്റിലോ, റെഞ്ചിഫോ ആൻഡ് ഹെറേറ. ഇനി ഡയലോഗ്സ് എന്നുള്ളിടത്ത് നമ്മൾ ഈ വേർഡ് ബബിളിൽ നമ്മൾ എഴുതുക. വെലസ്കോ പറയുന്നത് ഹായ്, ഐ ആം വെലസ്കോ. കാരബെല്ലോ, വെൽക്കം അബോർഡ്. കാസ്റ്റിലോ, ലെറ്റ്സ് ഹോപ്പ് ഫോർ എ സ്മൂത്ത് ജേർണി. റെഞ്ചിഫോ, ലുക്കിംഗ് ഫോർവേഡ് ടു റീച്ചിങ് ഹോം. ഹെറേറ, സേഫ് ട്രാവൽസ് എവ്രി വൺ. ഇങ്ങനെ ഡയലോഗുകളൊക്കെ നമുക്ക് ഈ ഒരു വേർഡ് ബബിൾ അതിൽ നമുക്ക് എഴുതാവുന്നതാണ്. ഇനി 2 കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ചിത്രം നോക്കാം. ഇവിടെ വേർഡ് ബബിൾസ് ഒന്നുമില്ല, പക്ഷെ ടെക്സ്റ്റ് എഴുതാനുണ്ട്. ഇമേജ് ഡിസ്ക്രിപ്ഷനിലൊക്കെ നമ്മൾ കാണുന്നത് ദ ഷിപ്പ് ഈസ് സിങ്കിങ് ഇൻ റഫ് സീസ് വിത്ത് കാർഗോ ഫ്ലോട്ടിംഗ് അറൗണ്ട്. ഈ കപ്പലിലുള്ള കാർഗോ എല്ലാം പുറത്തേക്ക് തെറിക്കുന്നു. അത് വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുന്നു. അപ്പോൾ കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ചിത്രത്തിൽ കാണുന്നത്. ഇവിടെ നമ്മൾ ടെക്സ്റ്റായിട്ട് നമുക്ക് ചേർക്കേണ്ടത് The ship plunged into an abyss and disappeared. The sea was choppy and the wind was strong. I grabbed onto a crate and saw no evidence of the shipwreck except for the scattered cargo. നാലാമത്തെ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇമേജിൽ കാണാൻ കഴിയുന്നത് ഷിപ്പ്മേറ്റ്സ് ആർ ഇൻ ദ വാട്ടർ സ്ട്രഗ്ലിംഗ് ടു സ്റ്റേ അഫ്ലോട്ട്. എല്ലാവരും വെള്ളത്തിൽ പൊന്തി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. വെലസ്കോ ഇസ് സ്വിമ്മിങ് നിയർ ടു എ ലൈഫ് റാഫ്റ്റ്. വെലസ്കോ ഒരു ലൈഫ് റാഫ്റ്റ് കാണുന്നു. അപ്പോൾ ആ ഒരു തോണിയുടെ നേരെ അദ്ദേഹം നീന്തുകയാണ്. ഇപ്പോൾ ടെക്സ്റ്റ് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഐ സോ മൈ ഷിപ്പ്മേറ്റ്സ് സ്ട്രഗ്ലിംഗ് ഇൻ ദ വാട്ടർ. കാസ്റ്റിലോ ക്ലങ് ടു കാരബെല്ലോ ആൻഡ് റെഞ്ചിഫോ വാസ് സ്വിമ്മിംഗ് ടുവേർഡ്സ് ദ റാഫ്. ഐ ട്രൈ ടു സ്വിം ടുവേർഡ്സ് ദ റാഫ് ബട്ട് ദ വേവ്സ് വെർ ടു സ്ട്രോങ്. അഞ്ചാമത്തെ ചിത്രത്തിൽ നമുക്കൊരു വേർഡ് ബബിളും ഉണ്ട്, അതുപോലെ ടെക്സ്റ്റും എഴുതാനുണ്ട്. സീനിൽ നമ്മൾ കാണുന്നത് 2 sailors in the water desperately swimming towards a distant life raft. ഈ ഒരു ലൈഫ് റാഫ്റ്റിലേക്ക് നീന്തുകയാണ് 2 സെയിലേഴ്സ്. അപ്പോൾ നമുക്കിവിടെ ടെക്സ്റ്റ് ഇങ്ങനെ കൊടുക്കാം. Amidst the chaos, I could see my fellow sailors fighting against the waves, trying to reach the life raft. The water was freezing and the waves made every stroke a struggle. ഇനി ഡയലോഗ് ബബിളിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. There is the raft. അതാ അവിടെ ഒരു തോണി കാണുന്നു. We need to get to it before it drifts away. അത് പോകുന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ടേക്ക് നീന്തി എത്താം. ഇനി ആറാമത്തെ പാനലിൽ നോക്കാം. പാനൽ നമ്പർ 6. വെലസ്കോ is depicted alone in a life raft, looking back at the rough sea with a concerned expression. അപ്പോൾ വെലസ്കോ ഇതിലിങ്ങനെ യാത്ര ചെയ്യുന്നു. The distant figure of a sailor can be seen struggling in the water. അപ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു സെയിലറെ നമുക്ക് കാണാം. അപ്പോൾ അവിടെ നമുക്ക് ടെക്സ്റ്റ് മാത്രമേ എഴുതാനുള്ളൂ. Finally, I managed to get into the life raft, but as I looked around, I realized I was alone. I could still see one of my shipmates struggling in the distance, but the wind and the waves were pushing the raft away faster than I could row. ഇനി ഏഴാമത്തെ പാനലിൽ വെലസ്കോ is in the life raft, reaching out towards a distant figure in the water who appears to be struggling. അപ്പോൾ ഇവിടെ നമുക്ക് ടെക്സ്റ്റും അതുപോലെ തന്നെ ഡയലോഗും എഴുതാനുണ്ട്. ടെക്സ്റ്റിൽ എഴുതേണ്ടത് as I paddled furiously, I spotted Rengifo trying to swim towards the raft. The waves were relentless and I was struggling to keep the raft steady. ഇപ്പോൾ ഡയലോഗ് ബോക്സിൽ നമുക്ക് വെലസ്കോ ഇങ്ങനെ വിളിച്ച് പറയുന്നതായിട്ട് എഴുതാം. Rengifo, keep swimming, I'm here, don't give up. അപ്പോൾ ഞാൻ വരുന്നു, Rengifo നിങ്ങൾ നീന്തുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗും നമുക്ക് ബോക്സിൽ എഴുതാം. എട്ടാമത്തെ പാനലിൽ വരുന്നത് വെലസ്കോ is depicted trying to steady the life raft as it gets tossed by a large wave. In the background, the other sailors can be seen seemingly struggling to stay afloat. അപ്പോൾ ഇവിടെ വെലസ്കോ തൻ്റെ ഈ റാഫ്റ്റ് സ്റ്റഡി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അപ്പോൾ ദൂരെ 2 ആളുകളെ കാണുന്നുണ്ട്. Despite my, അപ്പോൾ നമ്മൾ എഴുതേണ്ട ടെക്സ്റ്റ് ഇതാണ്. Despite my best efforts, the sea's fury was too much. A massive wave lifted the raft. അപ്പോൾ വലിയൊരു തിരമാല വരികയും ഈ റാഫ്റ്റ് ഇങ്ങനെ ഉയർന്ന് മുകളിലേക്ക് പോവുകയും ചെയ്യുകയാണ്. I could see my mates struggling in the distance. I felt helpless as I watched them disappear one by one. ഇപ്പോൾ ഡയലോഗ് ബോക്സിൽ നമുക്ക് no, hold on everyone, just hold on എന്നൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. ഒൻപതാമത്തെ പാനലിൽ വെലസ്കോ is in the life raft, rowing towards sailor in the water who appears to be exhausted but still trying to stay afloat. അപ്പോൾ തന്നെ അവസാനമായിട്ട് കണ്ട ആളുടെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ എഴുതേണ്ട ടെക്സ്റ്റ് എന്ന് പറയുന്നത് I kept rowing, ഞാൻ തുഴഞ്ഞുകൊണ്ടിരുന്നു. Desperately trying to reach my shipmate,
before it was too late. അപ്പോൾ വൈകുന്നതിന് മുമ്പ് അയാളുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയായിരുന്നു. The ocean was vast and unforgiving, but I couldn't give up on them. ഞാൻ അവരുടെ അടുത്തേക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. ഇനി 10ാമത്തെ പാനലിൽ Velasco is closer to the sailor who is now struggling more visibly. ഇപ്പോൾ കുറച്ചുകൂടി അടുത്തേക്ക് വരുന്നു. Velasco is reaching out towards them with an oar, trying to pull them closer. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതേണ്ട ടെക്സ്റ്റും അതുപോലെ തന്നെ ഡയലോഗ് ബബിളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. As I got closer, I saw the exhaustion on my shipmate's face. I reached out with the oar, hoping they could grab on and pull themselves to safety. അപ്പം ഞാൻ അയാളുടെ അടുത്തേക്ക് ചെന്നു, ഈ ഒരു തുഴ അയാളുടെ നേരെ നീട്ടി അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ വെലസ്കോയുടെ ഡയലോഗായിട്ട് നമുക്കിവിടെ ഗ്രാബ് ദ ഓ, ഈ തുഴയിൽ പിടിക്കുക, ജസ്റ്റ് എ ലിറ്റിൽ മോർ, യു ക്യാൻ ഡു ഇറ്റ്, നമുക്ക് കഴിയും എന്നൊക്കെ പറയും. ഇനി 11ാമത്തെ പാനലിൽ വെലസ്കോ ഈസ് അലോൺ ഇൻ ദ ലൈഫ് റാഫ്റ്റ്. വെലസ്കോ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുകയാണ്. ബാക്കി എല്ലാവരും മരിച്ചു അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങിപ്പോയി. റോവിങ് അണ്ടർ എ ബ്രൈറ്റ് സൺ. അപ്പോഴാണ് സൂര്യൻ്റെ താപം ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. ദ ഓഷ്യൻ സ്ട്രെച്ചസ് ഔട്ട് അറൗണ്ട് ഹിം വാസ്റ്റ് ആൻഡ് എംപ്റ്റി. അപ്പോൾ ഇവിടെ എഴുതേണ്ട ടെക്സ്റ്റാണ് ദ സൺ ബീറ്റ് ഡൗൺ mercilessly as I continued to row, searching the endless horizon for any sign of my mates or rescue. The sea seemed to stretch on forever and the loneliness started to settle in. അപ്പോഴാണ് ഏകാന്തത ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. ഇനി 12ാമത്തേതിൽ പാനലിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വെലസ്കോ is sitting in the life raft, examining his belongings, looking contemplative. അപ്പോൾ തൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിങ്ങനെ നോക്കുന്ന വെലസ്കോയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. I didn't know what to do next. As I sat there, I took stock of what I had, my watch, my gold ring, the keys to my locker and the 3 business cards. അവസാനം വെലസ്കോ എടുത്ത് നോക്കിക്കൊണ്ടിരുന്ന സാധനങ്ങളുടെ ലിസ്റ്റൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ചേർത്താൽ നമുക്ക് ഏതൊരു ചിത്രകഥാരൂപത്തിൽ നമുക്ക് അവതരിപ്പിക്കാവുന്നതാണ്. ഇനി 3ാമത്തെ ആക്ടിവിറ്റിയിൽ വിച്ച് ഇവന്റ് ഇൻ ദ സ്റ്റോറി ഡു യു തിങ്ക് ഈസ് ദ മോസ്റ്റ് ട്രാജിക് ആൻഡ് വൈ? ഇതിൽ ഏറ്റവും ദുഃഖകരമായ സംഭവം എന്താണ് ഈ കഥയിൽ, എന്തുകൊണ്ടാണ്? അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫ്രണ്ടിനെ നഷ്ടപ്പെടുന്നതാണ്. അതിൽ രഞ്ജിഫോ ഏതാനും കുറച്ച് ദൂരത്തിൻ്റെ വ്യത്യാസത്തിലാണ് വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത്. അപ്പോൾ അതാണ് അതിൽ ഏറ്റവും ട്രാജിക് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. The most tragic event in the story is when Velasco sees his friend Rengifo drown. അപ്പോൾ രഞ്ജിഫോ മുങ്ങിപ്പോകുന്നത് കാണുന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. Despite Velasco's effort to save him, Rengifo couldn't reach the life raft and sank into the water. അപ്പോൾ എത്ര ശ്രമിച്ചിട്ടും രഞ്ജിഫോയുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ രഞ്ജിഫോ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയാണ്. This moment is very sad because it shows how helpless Velasco felt and how dangerous the situation was. അല്ലേ? അപ്പോൾ അത് തനിക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു വലിയ ദുഃഖം അവിടെയുണ്ട്. ഇറ്റ് വാസ് ഹാർട്ട് ബ്രേക്കിംഗ് ടു സീ എ ഫ്രണ്ട് സോ ക്ലോസ് ബട്ട് അൺഎബിൾ ടു സേവ് ഹിം. അപ്പോൾ തൻ്റെ സുഹൃത്ത് ഏകദേശം അല്ലേ തൊട്ടടുത്ത് വരെ എത്തുകയും എന്നാൽ രക്ഷിക്കാൻ കഴിയാതായി പോവുകയും ചെയ്ത ആ ഒരു സംഭവം, അതാണ് ഏറ്റവും ദുഃഖകരമായിട്ട് നമുക്കിതിൽ അനുഭവപ്പെടുന്നത്. ഇനി വൊക്കാബുലറി ആക്ടിവിറ്റീസിലേക്ക് പോവുകയാണെങ്കിൽ 1ാമത്തെ ആക്ടിവിറ്റി ലുക്ക് അറ്റ് ദ ഓപ്പണിംഗ് സെന്റൻസ് ഓഫ് ദ സ്റ്റോറി. മൈ ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ദാറ്റ് ഐ വാസ് അറ്റർലി അലോൺ ഇൻ ദ മിഡിൽ ഓഫ് ദ ഓഷ്യൻ. Here the narrator describes his experience of a shipwreck in first person. How would the sentence change if he expressed the same in third person? അപ്പോൾ ഇവിടെ 1ാമത്തെ സെന്റൻസ് മൈ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് തുടങ്ങുന്ന ആ ഒരു സെന്റൻസിൽ കഥ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വ്യൂവിലൂടെയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതൊരു ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് ആണെന്ന് പറയാം. ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് എന്ന് വെച്ചാൽ ഈ കഥയിലെ കഥാപാത്രം തന്നെ കാര്യങ്ങൾ വിവരിക്കുകയാണ്. ഇനി വേറൊരാൾ വിവരിക്കുന്ന രീതിയിൽ നമ്മളതിനെ എഴുതുമ്പോൾ അതിന് നമ്മൾ തേർഡ് പേഴ്സൺ നറേറ്റീവ് എന്നാണ് പറയുക. അപ്പോൾ ഇതിനെ നമ്മൾ തേർഡ് പേഴ്സൺ നറേറ്റീവിലേക്ക് മാറ്റുകയാണെങ്കിൽ ഈ സെന്റൻസ് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അതുപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് നമ്മുടേതായ ഒരു വസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അപ്പോസ്ട്രോഫി എസ് ചേർത്തിട്ട് പൊസസീവ് ഫോം ഉണ്ടാക്കുന്നു. അപ്പോൾ അതിന് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സജ്ജിനയുടെ പുസ്തകം എന്ന് പറയണമെങ്കിൽ സജ്ജിനാസ് ബുക്ക്, രാഹുലിൻ്റെ ബാറ്റ് എന്ന് പറയണമെങ്കിൽ രാഹുൽസ് ബാറ്റ് എന്നൊക്കെ പറയണം. പക്ഷെ ചില വാക്കുകൾക്ക് അതിൻ്റെ പൊസസീവ് ഫോം എന്ന് പറയുന്നത് അപ്പോസ്ട്രോഫി എസ് എഴുതിയാൽ നമുക്ക് കിട്ടില്ല. അതിന് വേറെ വാക്കുകൾ തന്നെ അതിനായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഐ എന്നുള്ള ഒരു സെൻറ്റൻസ്, ഐ എന്നുള്ള ഒരു വാക്ക്, ആ വാക്കിൻ്റെ പൊസസീവ് ഫോം എന്ന് പറയുന്നത് എൻ്റെ എന്ന് പറയാൻ നമ്മൾ ഐ അപ്പോസ്ട്രോഫി എസ് എന്ന് എഴുതുകയല്ല ചെയ്യുന്നത്. പകരം വേറൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്, മൈ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള വേറെ വാക്കുകൾ ഉപയോഗിക്കുന്ന പ്രോനൗൺസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മൾ പൊസസീവ് ഫോംസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലെ തേർഡ് പേഴ്സണിലേക്ക് മാറ്റുന്ന ആക്ടിവിറ്റി ചെയ്യാം.
അപ്പം മൈ ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ദാറ്റ് ഐ വാസ് അറ്റർലി അലോൺ ഇൻ ദ മിഡിൽ ഓഫ് ദ ഓഷൻ എന്നുള്ളത് തേർഡ് പേഴ്സണിലേക്ക് മാറ്റുമ്പോൾ അല്ലെങ്കിൽ വേറൊരാൾ ഈ കഥ പറയുകയാണെങ്കിൽ ഹിസ് ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ദാറ്റ് ഹി വാസ് അറ്റർലി അലോൺ ഇൻ ദ മിഡിൽ ഓഫ് ദി ഓഷ്യൻ. അപ്പോൾ ഐ എന്നുള്ളത് മാറിയിട്ടുണ്ട്, മൈ എന്നുള്ളത് മാറിയിട്ടുണ്ട്. അപ്പോൾ തേർഡ് പേഴ്സണിലേക്ക് നമ്മൾ ഇതിനെ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ പൊസസീവ് ഫോംസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അതുപോലെ അത് ഉപയോഗിച്ചുകൊണ്ട് ഓരോ സെൻറ്റൻസും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വി, ഞങ്ങൾ, ഞങ്ങളുടെ എന്നുള്ള വാക്ക് അവർ എന്നാണ്. യു, യുവർ, ഹി, ഹിസ്, ഷീ, ഹർ, ദേ, ദയർ, ഇറ്റ്, ഇറ്റ്സ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഇപ്പോഴും ചില ആളുകളൊക്കെ, ചില കുട്ടികളൊക്കെ ഷീ അപ്പോസ്ട്രോഫി എസ്, ഷീസ് എന്ന് പറഞ്ഞൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതാൻ പാടില്ല. അതിന് നമ്മൾ പകരമാണ് ഈ ഹർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള സെൻറ്റൻസുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. വി എന്നുള്ളതിൻ്റെ പൊസസീവ് ഫോം അവർ. അപ്പോൾ വി അവർ ഉപയോഗിച്ചുകൊണ്ടൊരു സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വി ഡിസൈഡഡ് ടു വിസിറ്റ് ദ ബീച്ച് ബട്ട് അവർ കാർ ബ്രോക്ക് ഡൗൺ. You and your, he, his, she, her, they, their, it, its. അപ്പോൾ ഈ എക്സാമ്പിളുകളൊക്കെ നമ്മൾ എഴുതുക, പഠിക്കുക, പൊസസീവ് ഫോംസ് പഠിക്കുക. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റിയിൽ ഈ ടെക്സ്റ്റിൽ ഉപയോഗിച്ചിട്ടുള്ള ചില വാക്കുകളാണ്. അൺഎക്സ്പെക്റ്റഡ്ലി, ഡിസപ്പിയർഡ്, ഇൻഡെഫിനറ്റ്ലി, റീഅഷ്യൂറിങ്. അപ്പോൾ ഇവിടെ ചില വാക്കുകൾ റൂട്ട് വേർഡിന് മുൻപ് ഉപയോഗിക്കുന്നതുകൊണ്ട് അതുപോലെ റൂട്ട് വേർഡിന് ശേഷം ഉപയോഗിക്കുന്നതുകൊണ്ട്. അപ്പോൾ റൂട്ട് വേർഡിന് മുൻപ് ഉപയോഗിക്കുന്ന വാക്കുകൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ അൺഎക്സ്പെക്റ്റഡ്ലി എന്നുള്ളതിൽ എക്സ്പെക്റ്റ് എന്നുള്ളതാണ് അതിലെ പ്രധാന വാക്ക് അല്ലെങ്കിൽ റൂട്ട് വേർഡ്. അതിന് മുൻപാണ് എന്നുള്ളത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഡിസ്, ഇൻ, റീ തുടങ്ങിയ വാക്കുകളൊക്കെ റൂട്ട് വേർഡിന് മുൻപ് ചേർക്കപ്പെടുന്ന വാക്കുകളാണ്. ഇത്തരം വാക്കുകളെ നമ്മൾ പ്രിഫിക്സ് എന്ന് വിളിക്കുന്നു. ഇനി റൂട്ട് വേർഡിന് ശേഷം വരുന്ന വാക്കുകളെ നമ്മൾ സഫിക്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവിടെ പ്രിഫിക്സ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതുപോലെ ഡിസ്, അതുപോലെ ഇൻ, റീ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില വാക്കുകൾ, പുതിയ വാക്കുകൾ, ഈ പ്രിഫിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പുതിയ വാക്കുകൾ ഒരു 4 വീതം എഴുതാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എഴുതാം. എന്നുള്ളത് വെച്ചിട്ട് അൺസർട്ടൻ, അൺഇമ്പോർട്ടൻറ്റ്, അൺപ്രഡിക്റ്റബിൾ, അൺഅവൈലബിൾ, ഡിസ്അപ്പിയർ, ഡിസ്കണക്ട്, ഡിസ്കറേജ്, ഡിസ്ലൈക്ക്, indefinite, incomplete, invisible, incorrect, reassure, return, rebuild, recover. അപ്പോൾ ഇങ്ങനെ ഉള്ള വാക്കുകൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വാക്ക് നമുക്ക് ആ ഒരു ലിസ്റ്റിലേക്ക് എടുത്ത് എഴുതാം. അപ്പോൾ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഇതിലെ ഡിസ്, ഇൻ ഈ മൂന്ന് പ്രിഫിക്സുകളും ഓപ്പോസിറ്റ് ഫോംസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രിഫിക്സുകളാണ്. എന്നാൽ റീ എന്നുള്ളത് വീണ്ടും, റീഅഷ്വർ വീണ്ടും അഷ്വർ ചെയ്യുക, റീടേൺ വീണ്ടും എത്തുക, റീബിൽഡ് വീണ്ടും ഉണ്ടാക്കുക. അപ്പോൾ വീണ്ടും എന്ന അർത്ഥം തരുന്ന ഒരു പ്രിഫിക്സാണ് റീ എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇനി അടുത്ത ആക്ടിവിറ്റിയിൽ ഇവിടെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇംപ്രഷൻ, റെക്കഗ്നൈസ്, കണ്ടംപ്ലേറ്റ്, സർഫേസ്, എവിഡൻസ്. അപ്പം നമുക്ക് ഈ രീതിയിൽ എഴുതാം. ഐ ക്യാൻറ്റ് കണ്ടംപ്ലേറ്റ് വാട്ട് ഇറ്റ് വുഡ് ബി ലൈക്ക് ടു ബി അലോൺ. My impression of it is really frightening. I am saying this based on the evidence I got from my reading. I also recognize that floating on the surface of the sea on a boat alone is more frightening experience than being trapped in a forest. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഇതിൻ്റെ മറ്റ് ആക്ടിവിറ്റികൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.